പള്ളിക്കലപ്പം എന്ന് പറഞ്ഞാൽ ഇതാണ് കൊടുക്കുക. കാരക്കപ്പം അപ്പമാണ് നേർച്ചയ്ക്ക് മാത്രമായിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇത് സ്പെഷ്യലാണ്. ഇത് പല്ലപ്പം. നമ്മൾ ഈ കാണുന്നത് കോഴിക്കോട് ജില്ലയിലെ പ്രശസ്തമായിട്ടുള്ള ഇടിയങ്ങര പള്ളിയാണ് കേട്ടോ. എല്ലാ വർഷവും ഇവിടെ നടക്കാറുള്ളൊരു അപ്പവാണിഭ നേർച്ചയ്ക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ അപ്പവാണിഭ നേർച്ചയ്ക്ക് ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ആളുകൾ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. അപ്പോൾ വിശ്വാസവും ആചാരവും കോഴിക്കോടിൻ്റെ രുചി വൈവിധ്യങ്ങളെല്ലാം നിറഞ്ഞൊരു കാര്യമാണ് ഇവിടുത്തെ ഈ ഒരു നേർച്ച എന്ന് പറയുന്നത്. മനുഷ്യ ശരീരത്തിനുണ്ടാകുന്ന അസുഖങ്ങൾക്ക് ഇവിടെ പ്രത്യേകതരം അപ്പങ്ങൾ നേർച്ചയായിട്ട് നൽകി പ്രാർത്ഥിച്ചാൽ മാറുമെന്നാണ് വിശ്വാസം. അപ്പോൾ 100 കണക്കിന് വർഷം പഴക്കമുള്ളതാണ് ഈ ഒരു നേർച്ച. കോഴിക്കോട് ആയതുകൊണ്ട് തന്നെ ഭക്ഷണപ്രിയരുടെ നാട് കൂടിയാണല്ലോ കോഴിക്കോട്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു നേർച്ച സമയത്തേക്ക് മാത്രമായിട്ട് കോഴിക്കോടിൻ്റെതായ കോഴിക്കോടൻ ഹൽവ, ഇടി ഹൽവ എന്ന പേരിൽ വ്യത്യസ്തമായിട്ടുള്ളൊരു ഐറ്റം നമുക്കിവിടെ കിട്ടും. പള്ളിക്ക് തൊട്ട് അടുത്തായിട്ട് നേർച്ചയ്ക്ക് നൽകേണ്ട അപ്പങ്ങൾ വിൽക്കുന്ന കുഞ്ഞു കുഞ്ഞു കടകൾ കാണാൻ കേട്ടോ നമുക്ക്. കയ്യപ്പം, കണ്ണപ്പം, കാലപ്പം, ചെറുങ്ങപ്പം, നാവപ്പം, ചുക്കപ്പം, കടുമ്പപ്പം, കാരക്കപ്പം, അരപ്പം, പാമ്പനപ്പം, കൊല്ലിയപ്പം. അങ്ങനെ ആക്കി കൊല്ലില് നമ്മളെ ഇത് അതേമാതിരി അതിൽ കൂട്ടിൽ കൊടുക്കണതാണ്. ഇത് പല്ലപ്പം. അങ്ങനത്തെ എല്ലാ ഐറ്റവും അങ്ങോട്ട് പൊതിഞ്ഞും അങ്ങോട്ട് കൊടുക്കും. ഇതാ നമ്മൾ നേർച്ചയൊക്കെ അവിടെ കൊടുക്കൽ. ഈ അപ്പാണിയപ്പത്തിൻ്റെ അപ്പം, പള്ളിക്കലപ്പം എന്ന് പറഞ്ഞാൽ ഇതാണ് കൊടുക്കുക. നമ്മളെ ചെറുപ്പത്തിൽ നമ്മൾ വളർന്ന് വന്ന് അവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ ഇതിങ്ങനെ കാണാം. അങ്ങനെ നമ്മൾ കൊടുത്തുകൊണ്ട് നിൽക്കണം. നമ്മളെ തലമുറക്കുള്ള ആളുകൾ ഇത് കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ്. ഇതിപ്പോൾ കുറേ കൊല്ലമായി. അതുപോലെ ഞാൻ തുടക്ക സമയത്ത് പറഞ്ഞല്ലോ, ഈ ഒരു നേർച്ചയോട് അനുബന്ധിച്ചൊരു പ്രത്യേകതരം ഹൽവ ഇവിടെ തയ്യാറാക്കുമെന്നത്. അപ്പോൾ ഈ ഒരു ഹൽവയുടെ പേരെന്ന് പറഞ്ഞാൽ ഇടി ഹൽവ എന്നാണ് കേട്ടോ. അപ്പം സാധാരണ ഹൽവ എല്ലാം സോഫ്റ്റ് ആയിരിക്കും. എന്നാൽ ഈ ഒരു ഹൽവ നമ്മൾ ഇറച്ചിയെല്ലാം വിട്ടുന്ന ടൈപ്പ് കത്തി കൊണ്ടാണ് ഇവർ ആഞ്ഞു വെട്ടുന്നത്. അപ്പം കോഴിക്കോടാകുമ്പോൾ ഹൽവയും ബിരിയാണിയും എല്ലാം ഒരു സ്പെഷ്യലാണല്ലോ. അപ്പോൾ അത്തരത്തിൽ മറ്റെവിടെയും കിട്ടാത്ത ഹൽവയാണ് നമ്മൾ ഈ കാണുന്നത്. ഇത് അടിയലുവാണ്. ഇതുണ്ടാക്കുന്നത് മാവ് കൊണ്ടും ശർക്കര കൊണ്ടും. അത് പിന്നെ ശർക്കര വേവിച്ച് മുത്തിട്ടാണ് ഈ ഇങ്ങനെ അടിയലുവായിട്ട് വരുന്നത്. ഈ അപ്പവാണി നേർച്ചയ്ക്ക് മാത്രമായിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇത് സ്പെഷ്യലാണ്. പിന്നെ സ്പെഷ്യലായിട്ട് പിന്നെ ജിലേബി ഉണ്ട്. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇവിടെ വിതരണം ചെയ്യുന്നത്. കച്ചവട സാധനങ്ങൾ ഈ പള്ളിയിലേക്ക് ഈ ഹൽവ കൊടുക്കില്ല. ഇതിപ്പോൾ നമ്മൾ വീട്ടിൽ ആവശ്യങ്ങളൊക്കെ ആയിട്ട് ഇത് കോഴിക്കോട് മാത്രം ഇപ്പോൾ ഈ വർഷത്തിൽ ഈ അപ്പമാണത്തിന് ഈ സമയത്ത് മാത്രം ഉണ്ടാക്കുന്ന ഒരു സാധനമാണിത്. ഈ കൊല്ലത്തിൽ വേറെ ഇവിടെ എപ്പോഴും കിട്ടില്ല. ഇതിപ്പോൾ ഇതിനായിട്ട് മാത്രം നമ്മൾ ഉണ്ടാക്കുന്ന ഈ സാധനം ഈ പിന്നെ ജിലേബി പിന്നെ എല്ലായിടത്തും കിട്ടണതാണ്. പക്ഷേ ഇത് ഇതിനായിട്ട് മാത്രം ഉണ്ടാക്കേണ്ടതാണ്. ഇത് നമ്മളെ വയറ്റിലെ ഇരകളുള്ളപ്പം. ഇത് കയ്യപ്പം. ഇത് ആണി രോഗത്തിൻ്റെ അപ്പം. ഇത് കടുമ്പപ്പം. ഇത് ചെവിയപ്പം. ഇത് നാക്കപ്പം. ഇത് ചുക്കപ്പം. ഇതും ചെവിയപ്പം. ഇത് പല്ലപ്പം. ഇത് കുരപ്പം. ഇത് കാലപ്പം. പിന്നെ ചൊറുക്കി ചേന. ഇപ്പം ഇവിടെ കറിയൊക്കെ ഉള്ളത്. വെള്ളരി പാണ്ട് ചേന ചൊറുക്കി പറയുക. അപ്പോൾ ഇതെല്ലാം പിന്നെ നമ്മളെ കുടലൈറ്റത്തിന് കുടലിൻ്റെ രോഗം വന്നാലും ചില അതിനൊക്കെ നേർച്ചയ്ക്കായിട്ട് കൊടുക്കുന്ന കുഞ്ഞു കുഞ്ഞു അപ്പങ്ങളെല്ലാം ഇവിടെ അരിയിലാണ് ഇവർ തയ്യാറാക്കുന്നത് കേട്ടോ. അരിയിൽ വറുത്തെടുക്കുന്ന അപ്പങ്ങളാണ് നേർച്ചയ്ക്കായിട്ട് ഇവിടെ കൊടുക്കാൻ നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിറയെ കടകളുണ്ട് കേട്ടോ. ജിലേബി ഹൽവ, വ്യത്യസ്ത തരത്തിലുള്ള ഹൽവകളെല്ലാം നമുക്കിവിടെ മേടിക്കാൻ കിട്ടും. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മിഠായികൾ,
നമ്മൾ ഉത്സവപ്പറമ്പുകളിലെല്ലാം കാണുന്ന തരത്തിലുള്ള മിഠായികളെല്ലാം നമുക്കിവിടെ മേടിക്കാൻ കിട്ടും. കോഴിക്കോട് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഭക്ഷണപ്രിയരുടെ നാടാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഓരോ ആഘോഷങ്ങൾക്കും പ്രത്യേകമായിട്ട് ഭക്ഷണങ്ങളെല്ലാം നമ്മൾ കാണുന്ന ഒരു സ്ഥലമാണ് കോഴിക്കോട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.